ഇപ്പം എല്ലാവരും പറയുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നതെന്ന്. ശരിക്കും ഇന്ത്യയാണോ ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ട കൺട്രി? നമുക്ക് മെയിനായിട്ട് ഇന്ത്യയിൽ കുറേ ടാക്സ് വരുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ കൂടുതൽ ടാക്സ് കൊടുക്കുന്ന കൺട്രീസ് വേറെയും ഉണ്ട്. ഇപ്പോൾ ടാക്സ് കൊടുക്കേണ്ടാത്ത കൺട്രീസ് ഉണ്ട്. സോ നമുക്കത് ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ UAE, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, അതായത് GCC കൺട്രീസിൽ ഓൾമോസ്റ്റ് നമുക്ക് 0% ടാക്സ് ആണ് വരുന്നത്. സോ അവിടെ ഉള്ളവർക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരില്ല. പിന്നെ ഓൾമോസ്റ്റ് ഒരു ടോപ്പ് 5 ഏറ്റവും കൂടുതൽ ടാക്സ് വരുന്ന കൺട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 5th പൊസിഷനിൽ വന്നത് ഇറ്റലിയാണ്. ഇറ്റലിയിൽ നമുക്ക് 47% ആണ് ടാക്സ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 4th വരുന്നത് നമുക്ക് ഫ്രാൻസ് ആണ്. ഫ്രാൻസിൽ 48.1% ആണ് അവിടെ പേഴ്സണൽ ടാക്സ് വരുന്നത്. ഇനി 3rd പൊസിഷനിൽ വരുന്നത് ഹംഗറിയാണ്. അവിടെ 48.2% നമുക്ക് അവിടെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ 2nd വൺ എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയിൽ നമുക്ക് 49.9% ആണ് അവിടെ ടാക്സ് വരുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബെൽജിയം ആണ്. ബെൽജിയത്തിൽ നമുക്ക് 54% ടാക്സ് കൊടുക്കുന്നുണ്ട്. സോ അവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻകത്തിന്റെ ഇത്രയും പെർസെന്റേജ് ടാക്സസ് നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരും ഈ കൺട്രീസിൽ. സോ ഇന്ത്യനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള കൺട്രീസിൽ നമ്മുടെ ഇൻകത്തിന്റെ പകുതിയും ടാക്സ് ആയിട്ട് പോകും.